ഇടുക്കി പീരുമേട് താലൂക്കിലെ അപകടാവസ്ഥയിലായ തോട്ടം ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം. എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണ് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലാണ് തോട്ടം തൊഴിലാളി യൂണിയൻ CITU രംഗത്തെത്തിയത്. സമീപനാളുകളിൽ ഇത്തരത്തിൽ ലയങ്ങൾ തകർന്നും മറ്റും നിരവധി അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പീരുമേട്ടിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ താമസവും ജീവിതവും സുരക്ഷിതമല്ലാത്ത തരത്തിൽ ലയങ്ങൾ അപകടാവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ലയങ്ങളുടെ അപകടാവസ്ഥ സംബന്ധിച്ച വിഷയങ്ങൾ യൂണിയൻ മുമ്പും പലതവണ മാനേജ്മെന്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഉചിതമായ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പീരുമേട് തോട്ടം തൊഴിലാളി യൂണിയൻ സന്നദ്ധമാകുമെന്ന് യൂണിയൻ പ്രസിഡന്റ് R. തിലകൻ പറഞ്ഞു. തോട്ടങ്ങളിലെ ലയങ്ങൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നതാണ്. ആ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ നന്നാക്കുക എന്ന ഉത്തരവാദിത്വം, തൊഴിലാളികളുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തി അവരെ സുരക്ഷിതരാക്കുക എന്ന ഉത്തരവാദിത്വം തോട്ടം ഉടമകൾക്കുള്ളതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ തോട്ടം മാനേജ്മെൻറ്റുകൾ ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ ഗുരുതരമായ പ്രതിസന്ധിയിലും വലിയ ആശങ്കയിലുമാണ്. അതുകൊണ്ട് അടിയന്തരമായി മോശം അവസ്ഥയിൽ നിൽക്കുന്ന ലയങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സ്ഥിതിയുള്ള ലയങ്ങളിലേക്ക് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും തോട്ടമുടമകൾ തയ്യാറാവേണ്ടതുണ്ട്. വാസയോഗ്യമല്ലാത്ത ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട മാനേജ്മെന്റുകൾ അടിയന്തരമായി പൂർത്തീകരിക്കണം. പുനർനിർമ്മിക്കുകയോ അടിയന്തരമായി മെയിൻ്റനൻസ് നടത്തുകയോ ചെയ്യണം. വാസയോഗ്യമല്ലാത്ത ലയങ്ങളിൽ നിന്ന് ഉടമയുടെ ഉത്തരവാദിത്തത്തിൽ തൊഴിലാളികൾക്ക് മറ്റു സ്ഥലങ്ങളിൽ താമസ സൗകര്യം ഒരുക്കണം. കാലവർഷം ശക്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും അപകടമുണ്ടാകുമോ എന്ന ആശങ്ക വ്യാപകമാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.